നമസ്കാരം. ഷെക്കീന ഫയർ റൂമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. എൻ്റെ പേര് നിതിൻ ജോസ്. കേരളത്തിൽ നിന്നുള്ള ചെറുപ്പക്കാരുടെ വിദേശ കുടിയേറ്റത്തിൽ അവർ ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു രാജ്യമാണ് കാനഡ. വിദേശ രാജ്യത്തേക്കുള്ള കുടിയേറ്റം സ്വപ്നം കാണുന്ന മലയാളികളുടെ മനസ്സിൽ സ്വപ്നങ്ങളുടെ പറുദീസ തീർത്ത രാഷ്ട്രമാണ് കാനഡ. കാനഡയിൽ ലക്ഷക്കണക്കിന് മലയാളികൾ പഠനത്തിനായി അവിടെ പോവുകയും ധാരാളം ആളുകൾ അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. എന്നാൽ സമീപവാരം കാനഡ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് 10 ലക്ഷത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ കാനഡയിലെ കുടിയേറ്റ മോഹത്തിന് തിരിച്ചടി എന്ന വാർത്തയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റുഡൻറ്റ് വിസയിൽ പോയിട്ട് അവിടെ ജോബ് വിസയിലേക്ക് അവർക്ക് മാറാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. മാത്രമല്ല, കാനഡയിലെ ഓരോ മാസവും അപ്ലൈ ചെയ്യുന്ന വിദേശ പഠനത്തിനായിട്ട് അപ്ലൈ ചെയ്യുന്നവരുടെ 74% അപേക്ഷകളും കഴിഞ്ഞ മാസങ്ങളിൽ തള്ളി എന്ന വാർത്തയും നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെയെങ്കിൽ കാനഡയിലേക്കുള്ള വിദേശ കുടിയേറ്റം വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ അത് കേരളത്തെ എങ്ങനെ ബാധിക്കും, മലയാളികളെ എങ്ങനെ ബാധിക്കും, നമ്മുടെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക മേഖലയിലുള്ള ഈ പ്രത്യാഘാതങ്ങളെ നമ്മൾ എങ്ങനെ തടയിടും? ഈ വിഷയമാണ് ഷെക്കീന ഫയർ റൂമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ കൂടെയുള്ളത് ചങ്ങനാശ്ശേരി SB കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ജാൻസൺ ജോസഫ്, ഒപ്പം എഴുത്തുകാരനും അധ്യാപകനുമായ ശ്രീ ബിനു വെളിയനാടൻ. രണ്ടു പേർക്കും പ്രിയ പ്രേക്ഷകർക്കും ഷെക്കീന ഫയർ റൂമിലേക്ക് സ്വാഗതം. ഡോക്ടർ ജാൻസൺ, നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി കാണുകയാണ്. കുടിയേറ്റം, വിദേശ രാജ്യത്തേക്കുള്ള നമ്മളുടെ ആളുകളുടെ കുത്തൊഴുക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഈ രാജ്യം വിട്ടു പോയിട്ടുണ്ട്. കാനഡയിലേക്കാണ് ഏറ്റവും ടോപ്പ് പ്രിഫേർഡ് ആയിട്ടുള്ള രാജ്യമായിരുന്നു. ഇപ്പോൾ ഈ രാജ്യം, ഓരോ രാജ്യത്തിനും അവരുടേതായ ഫോറിൻ പോളിസികളുണ്ട്, അവരുടേതായ നയങ്ങളുണ്ട്. എത്രയൊക്കെ പറഞ്ഞാലും അവരുടെ പ്രയോറിറ്റി, ഒരു രാജ്യത്തിന് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആ രാജ്യത്തുള്ള ആളുകളുടെ ഒരു സാമൂഹിക സുരക്ഷിതത്വവും സാമ്പത്തിക സുരക്ഷിതത്വവും ആ രാജ്യത്തിൻ്റെ തന്നെയുള്ള ഒരു എക്സിസ്റ്റൻസിനാണ് ഒരു പ്രാധാന്യം കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു പ്രാധാന്യം കൊടുക്കലിൻ്റെ പശ്ചാത്തലത്തിലാണോ നമ്മളിപ്പോൾ കാണുന്ന വാർത്ത, ലക്ഷക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ അവിടുത്തെ സ്ഥിരതാമസം ഒരു ചോദ്യചിഹ്നമായി മാറുന്നതിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത്? തീർച്ചയായിട്ടും കാനഡ എന്ന് പറയുന്ന രാജ്യത്തിന് അവരുടേതായ നിയമങ്ങളുണ്ട്, അവരുടേതായ സുരക്ഷിതത്വത്തിന് അവരെടുക്കുന്ന ചില നടപടികളുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ കാണണം എന്ന് പറയുമ്പോഴും ഒരു കാലത്ത് കാനഡ കുടിയേറ്റത്തെ വളരെ പ്രോത്സാഹിപ്പിച്ചതാണ്. കനേഡിയൻ ഗവൺമെൻറ് സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും അനൗദ്യോഗിക രേഖകളിലൊക്കെ പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള നമ്മുടെ ചില രാജ്യങ്ങൾ സെലക്റ്റീവായിട്ടുള്ള റിജക്ഷൻസ് വരുന്നു, ചില രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷ റിജക്ട് ചെയ്യപ്പെടുന്നു. അതിനകത്ത് സത്യാവസ്ഥ നമുക്കറിയത്തില്ല, ഔദ്യോഗികമായ കണക്കുകളല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ എന്തുകൊണ്ട് ആ രാജ്യം ഇങ്ങനെ ചില രാജ്യങ്ങളെ തിരഞ്ഞെടുത്ത് അവരുടെ വിസകൾക്ക് അല്ലെങ്കിൽ ഉള്ള അപേക്ഷകൾക്ക് റിജക്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഇവിടെ നിന്ന് പോയ അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയോടുള്ള എന്തെങ്കിലും അവരുടേതായ ചില നടപടികളുണ്ടോ എന്ന് പോലെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ വംശീയമായി അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യവുമായിട്ടുള്ള പ്രശ്നങ്ങളാകാം. അതിനപ്പുറം നേരത്തെ അവിടെ ജോലിക്കാർ അല്ലെങ്കിൽ അവിടെ ജനങ്ങളില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അത് എക്സസ്സായി, കൂടുതൽ ആളുകളായി. അപ്പോൾ അങ്ങനെയുള്ള ചില കാരണങ്ങൾ കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ കുട്ടികൾ അപേക്ഷിച്ചിരുന്ന ഒരു രാജ്യമാണ് കാനഡ. ഇപ്പോൾ എൻ്റെ തന്നെ ഒത്തിരി വിദ്യാർത്ഥികൾ കാനഡയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അവിടെ പെർമനന്റ് PR കിട്ടിയവരുണ്ട്, സ്റ്റുഡൻറ് വിസയിൽ പഠിക്കുന്നവരുണ്ട്. ഇവരൊക്കെ പറഞ്ഞൊരു കാര്യം, കമ്പാരിറ്റീവ്ലി നല്ല ഒരു ജീവിത നിലവാരവും നല്ല സാഹചര്യവും നമുക്ക് വലിയ സാമ്പത്തിക ചെലവ് മറ്റു ചില രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇല്ലാത്തതുമായ രാജ്യമാണ് കാനഡ. പക്ഷേ ഇന്ന് ആ കാനഡ അവരുടെ ആപ്ലിക്കേഷൻ ഫീസ് കൂട്ടുന്നു, അവരുടെ നിയമങ്ങൾ കൂടുതൽ സ്ട്രിക്റ്റ് ആക്കുന്നു. സാർ സൂചിപ്പിച്ചതുപോലെ 75% ഔദ്യോഗികമായി തന്നെ പറഞ്ഞു റിജക്ഷൻ റേറ്റ് 80% മുകളിലാണെന്ന് ചില മീഡിയ പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ രാജ്യം നമ്മളുടെ രാജ്യത്തെ മാത്രം തിരഞ്ഞെടുത്താണോ അല്ലെങ്കിൽ ചില രാജ്യങ്ങൾ തിരഞ്ഞെടുത്താണോ ഈ റിജക്ഷൻ നൽകുന്നത് എന്നുള്ളത് പ്രത്യേകം നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിനപ്പുറം ആ രാജ്യത്ത് നടന്ന ചില വംശീയമായ പ്രശ്നങ്ങൾ, അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ അവരുടെ ഒരു സോഷ്യൽ സെക്യൂരിറ്റിയിലുള്ള ആശങ്കകളൊക്കെ തന്നെ ഈ പറഞ്ഞ റിജക്ഷന് കാരണമാകുന്നുണ്ട്. പക്ഷേ എന്തായാലും ഈ കാരണങ്ങൾ സാർ ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നേരിടാൻ പോകുന്ന ഒരുപക്ഷെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. 2025-27 അവരുടെ ഒരു മൈഗ്രേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഡേറ്റ ഞാൻ വായിച്ചതും അത് 3,25,000 50,000 താഴെയുള്ള ആളുകളെ ആ രാജ്യത്ത് നിലനിർത്താൻ, അത്രയുള്ള ആളുകൾക്ക് മാത്രം കുടിയേറാനുള്ള അവസരം കൊടുക്കുക എന്നതായിരുന്നു. പക്ഷേ 2025 പക്ഷേ അവരുടെ ഡേറ്റ വിശ്വസനീയമായ ഡേറ്റയാണെങ്കിൽ 1.80 ആളുകൾക്ക് മാത്രം, 1.80 lakhs മാത്രമാണ് അവർ അനുമതി കൊടുത്തത്. എന്ന് വെച്ചാൽ അവരുടെ പോളിസി പ്രകാരം തന്നെ ഒരു കട്ടുണ്ട്, അതായത് 3,35,000 താഴെ. അത് പോളിസിയായി നിലനിൽക്കുമ്പോൾ പോലും അതിൻ്റെ പകുതി ആളുകൾക്ക് മാത്രം അവിടെ
സ്ഥിരതാമസത്തിനുള്ള അവസരം അവർ സൃഷ്ടിച്ചു എന്നതാണ് നമ്മളൊരു ഡേറ്റ നമ്മളോട് സംസാരിക്കുന്നത്. ഡേറ്റയെ വിലയിരുത്തി നമ്മൾ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ രാജ്യത്തിൻ്റെ ഒരു സാമൂഹിക സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസം, ആ രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി, 3 ഈ പറഞ്ഞ കുടിയേറ്റത്തെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിധം ഇൻടേക്കുകൾ വരുന്നത്, ആ രാജ്യത്ത് തന്നെ ആഭ്യന്തര പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നതൊക്കെ കാരണങ്ങളാകാമല്ലോ. എങ്ങനെയാണ് നമ്മൾ ഇതിനെ നിഷ്പക്ഷമായി എങ്ങനെയാണ് നമ്മുടെ മക്കൾ ആ രാജ്യത്ത് പോയിട്ടുണ്ട്, ആ രാജ്യം വളരെ പ്രധാനപ്പെട്ടതാണ്, എന്നിരുന്നാൽ പോലും വസ്തുനിഷ്ഠമായി നമ്മൾ എങ്ങനെയാണ് ഈ സമീപനത്തെ വിലയിരുത്തേണ്ടത്? തീർച്ചയായിട്ടും ഒരു ബ്രെയിൻ ഡ്രെയിൻ ഒരു സംവിധാനം ഇവിടെയുണ്ട്. നമ്മൾ കാനഡയിലെയും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള നമ്മുടെ യൂത്ത് മൈഗ്രേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ കേരളത്തിൽ എങ്ങനെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിനെക്കുറിച്ചാണല്ലോ അങ്ങ് സൂചിപ്പിച്ചത്. നമുക്കറിയാം, ഏകദേശം ഇപ്പോൾ ഒരു 4 ലക്ഷത്തോളം പേര് പ്രതിവർഷം ഈ പലായനം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അതിനകത്ത് തന്നെ ഇപ്പോൾ നമ്മൾ ഒരു ക്രൈസ്തവ പശ്ചാത്തലത്തിൽ ചിന്തിച്ചാൽ അതിന് ബഹുഭൂരിപക്ഷവും ക്രൈസ്തവ കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ്. അതിനെ ഒരു തെറ്റായിട്ടോ കുറവായിട്ടോ കാണാൻ സാധിക്കില്ല. ഇപ്പോൾ സഭ പോലും പലായനത്തെ എതിർക്കുന്നില്ല, പക്ഷേ ഒരു ഫോഴ്സ്ഡ് മൈഗ്രേഷൻ അപകടകരമാണ്. അത് നമ്മുടെ കുടുംബങ്ങളുടെ നിലനിൽപ്പിനും ഈ സഭയുടെയും നമ്മുടെ സാമൂഹ്യ സുരക്ഷിതത്തിനും ഒക്കെ അപകടമാണ്. ഇനി ഇതിനൊരു സാമ്പത്തിക വശം നോക്കിയാൽ ലോൺ എടുത്തും കടം വാങ്ങിച്ചും വീട് പണയം വെച്ചുമൊക്കെയാണ് ഈ കുട്ടികൾ പോകേണ്ട വരുന്ന സാഹചര്യം. അവിടെ ഉണ്ടാകുന്നത്, ഒരു കുട്ടി ഈ അഡ്മിഷൻ എടുത്ത് പിന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ പോകുമ്പോൾ ഏതാണ്ട് ശരാശരി 30 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെയാണ് കേരളത്തിൽ നിന്നും അങ്ങോട്ട് ഒഴുകേണ്ടി വരുന്നത്. ഇത് കേരളത്തിൻ്റെ ഇൻറ്റേർണൽ എക്കണോമിയെ, നമ്മുടെ പിന്നെ ആഭ്യന്തര സാമ്പത്തിക വ്യവസ്ഥയെ വളരെയധികം ബാധിക്കും എന്നുള്ളത് സംശയമില്ല. കാരണം നമ്മുടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അത്ര കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം, ഈ കുട്ടികൾ പോകുന്നത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അവരുടെ ആത്യന്തികമായ മറ്റൊരു ലക്ഷ്യമുണ്ട്. ഒരു സ്റ്റുഡൻസ് വിസയിൽ നിന്ന് വർക്ക് വിസയിലേക്ക് മാറണം. ഈ ഡിപ്പെൻഡൻസ് വിസ കിട്ടുമ്പോൾ ഇവർ പിന്നീട് ഒരു കുടുംബമാവുമ്പോൾ ആ കുടുംബമായിട്ട് അവിടെ താമസിക്കാം. പണ്ട് ഗൾഫിൽ പോയിരുന്ന നമ്മുടെ പുരുഷന്മാർ അല്ലെ അപ്പന്മാർ അവരുടെ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വന്നിരുന്നു. ആ റവന്യൂ മുഴുവൻ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിപ്പോൾ അങ്ങനല്ല. ഇതിപ്പോൾ സംഭവിക്കുന്നത്, അവർ കുടുംബമായി അവരുടെ നിലനിൽപ്പ് മുഴുവൻ അവിടേക്ക് മാറുകയും അവർ വല്ലപ്പോഴും ഇന്ത്യയിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ്. ഇത് വലിയ അപകടകരമാണ്. അപ്പോൾ ഈ പ്രതീക്ഷകളെല്ലാം തകിടം മറിക്കുന്ന രീതിയിലാണ് അങ്ങിപ്പോൾ ആമുഖത്തിൽ സൂചിപ്പിച്ച കാര്യം സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ഒന്നാമത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികളാണ്. പോയവരെ കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. 2026 റിസൾട്ടിന് ശേഷം അവിടേക്ക് പോകാൻ കാത്തിരിക്കുന്നവരാണ് പുനർവിചിന്തനം ചെയ്യേണ്ടതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനിയും അവിടെ എണ്ണം കൂടിയാൽ ഒരുപക്ഷെ ആ രാജ്യം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ വളരെ കർശനമാക്കുകയും ഒരുപക്ഷെ തൂക്കിയെടുത്ത് പുറത്തെറിയുക എന്നൊക്കെ പറയുന്നത് പോലെ ആ നാടൻ ഭാഷയിൽ അവർ ഇടപെടേണ്ടി വരും. കാരണം ആ രാജ്യത്തിൻ്റെ സംസ്കാരം, ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പ്, ആ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനം ഒക്കെ ആ രാജ്യത്തുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ അവിടോട്ട് പെർമിറ്റ് ചെയ്ത്. അതിനപ്പുറത്തായി അത് ബിയോണ്ട് ദ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് അപകടകരമാണ്. അത് ഒരു രാജ്യവും സമ്മതിക്കുകയില്ല. അതുകൊണ്ട് നമ്മളാണത് തിരിച്ചറിയേണ്ടത്. ഈ രാജ്യത്ത് തന്നെ ഉന്നത വിദ്യാഭ്യാസം നടത്താനുള്ള സംവിധാനമുണ്ട്, ഇവിടെ തൊഴിൽ ചെയ്യാനുള്ള സംവിധാനമുണ്ട്, വേണ്ട ഇവിടെ ബിസിനസ് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതിനെ കൃത്യമായി മോണിറ്റർ ചെയ്ത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അതിനുവേണ്ട മോണിറ്ററിങ് നമ്മുടെ യുവജനങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട്. തീർച്ചയായും. ഇവിടെ എനിക്ക് തോന്നിയൊരു പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും ഈ പല മോഹിപ്പിക്കുന്ന എഡ്യൂക്കേഷൻ കൺസൾട്ടൻസികളും അവിടുത്തെ ഒരു വലിയ പറുദീസ സ്വപ്നം കാണാൻ മാനിഫെസ്റ്റ് ചെയ്യാൻ എന്നൊക്കെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ അതിനാണ് നമ്മുടെ കുട്ടികൾ അങ്ങനെ ഒരു കെണിയിൽ അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോകുന്നുണ്ട്. ഒരുപക്ഷെ ജിയോ പൊളിറ്റിക്സ് നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. ബട്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണത്തിന് ശേഷം ലോകം കീഴ്മേൽ പറഞ്ഞിട്ടുണ്ട് ദ വേൾഡ് ഈസ് മൂവിങ്, എങ്ങനെയാണ് ഡിപ്ലോമാറ്റിക് റിലേഷൻസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ അത് ഇന്ത്യയെ പോലും എങ്ങനെ ബാധിക്കുന്നു, നമ്മുടെ കിറ്റെക്സ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഇടപെടൽ എങ്ങനെ ബാധിക്കുന്നത് പോലും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല. പക്ഷേ ഓരോ രാജ്യത്തും ഉണ്ടാകുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അവിടുത്തെ പോളിസിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇത് അറിയാതെ ആണ് പലപ്പോഴും നമ്മുടെ പല ആളുകളും ഈ കൺസൾട്ടൻസികൾ പറയുന്ന ബോധ്യങ്ങളിൽ യാത്ര ചെയ്ത് ഈ പറയുന്ന രാജ്യങ്ങളിലെത്തി പ്രതിസന്ധിയിലായ ധാരാളം ആളുകളെ വ്യക്തിപരമായി നമുക്കറിയാം. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള പ്രാദേശികമായിട്ടുള്ള ആഭ്യന്തരമായിട്ടുള്ള ഈ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഈ മാറ്റങ്ങൾ നമ്മുടെ കുട്ടികൾ കൃത്യമായി അറിഞ്ഞിട്ട് വേണം ഇത്തരം രാജ്യങ്ങൾക്ക് കൺസൾട്ടൻസികൾക്ക് പൈസ കൊടുക്കാൻ, ടിക്കറ്റ് എടുക്കാൻ, അവിടേക്ക് പോകാൻ എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ രാജ്യങ്ങളിലെല്ലാം ഏറ്റവും വലിയ അട്രാക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ഒരിക്കലും
അവിടുത്തെ വിദ്യാഭ്യാസമല്ല. അങ്ങേക്കറിയാം, അങ്ങയുടെ സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ മതി. ഈ രാജ്യത്ത് കിട്ടുന്ന വിദ്യാഭ്യാസമായിരിക്കില്ല, അത്രയും മനോഹരമായൊരു കോളേജോ കൺസെപ്റ്റോ ഒന്നും ആയിരിക്കില്ല അവിടെ. പക്ഷെ അവരെ മോഹിപ്പിക്കുന്നത് എന്താണ്? അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ് മോഡലും എന്ന് പറയുന്നത്. അതിനുശേഷം ഏത് കോളേജിൽ പഠിച്ചാലും അതിനുശേഷം അവിടെ ലഭിക്കുന്ന ഒരു തൊഴിൽ സുരക്ഷിതത്വം അല്ലെങ്കിൽ വർക്ക് വിസയിലേക്ക് മൂവ് ചെയ്യുന്നു, സാമ്പത്തികമായി എനിക്ക് അഭിവൃദ്ധി ഉണ്ടാകാൻ, അതാണ് അവരുടെ സ്വപ്നം. അവിടുത്തെ കുടിയേറ്റം തന്നെയാണ്, വിദ്യാഭ്യാസമല്ല, അവിടുത്തെ കുടിയേറ്റം തന്നെയാണ് നമ്മുടെ ആളുകളുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഈ ബി കിട്ടില്ലെങ്കിൽ എന്തിനാണ് എയ്ക്ക് പോകുന്നത് എന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ ആ ആശങ്കയിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. കുടിയേറ്റം അവിടെ ഉറപ്പ് നമുക്ക് കിട്ടാത്ത സാഹചര്യം, അല്ലെങ്കിൽ കുടിയേറ്റത്തിന് അനുകൂലമായ ഒരു സാഹചര്യം നമുക്ക് അവിടെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? ഇനി ഈ ഞാൻ വായിച്ചതനുസരിച്ച് സമീപ നാളുകളിൽ പോലും ഈ കുടിയേറ്റത്തിന് ഗ്രാജുവേഷൻ അതിൻ്റെ പോയിന്റുകൾ അതിൻ്റെ ഉയർത്തിയിട്ടുണ്ട്. 2 STEM വിഷയങ്ങളിലാണ് അത് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്നും അറിയാതെ വിദേശത്തേക്ക് പോകുന്ന ആളുകൾ, ധാരാളം ആളുകൾ പ്രതിസന്ധിയിലായിട്ടുണ്ട്. എൻ്റെ ഒരു ആശങ്ക പ്രധാനമായിട്ടുള്ളത് ഈ പറഞ്ഞ നമ്മുടെ കുട്ടികളുടെ ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതാണ്, അല്ലേ? നമ്മുടെ ഈ ഓരോ ബാങ്കുകൾ ലോൺ കൊടുക്കുന്നത് തിരിച്ചടയ്ക്കാമെന്ന ഉറപ്പിലാണല്ലോ. ഒരു 3 വർഷത്തെ കോഴ്സൊക്കെ ആണെങ്കിൽ എനിക്ക് 4 വർഷം തൊട്ട് നമ്മൾ അതിന് ലോൺ അടയ്ക്കേണ്ട സാഹചര്യമൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേക്കും ഒരു വല്ലാത്തൊരു സാമ്പത്തിക പ്രതിസന്ധി ഈ രാജ്യത്ത് നമ്മുടെ നാട്ടിലുണ്ടാകാൻ പോകുന്നു ഞാൻ വിശ്വസിക്കുന്നു. കാരണം ധാരാളം മക്കൾ വീടുകൾ പണയം പെടുത്തി ഇതൊക്കെ വരുന്നു. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ കേരളം മുമ്പെങ്ങും കാണാത്ത വിധമുള്ള ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി കൂടി നമ്മുടെ ഗവൺമെൻറ് അത് അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് നമ്മുടെ പടിവാതിക്കൽ നമ്മൾ കാണുകയാണ്. കുട്ടികൾക്ക് അത് ഏൺ ചെയ്യാൻ പറ്റാതെ വരുന്നു. ഒരു നിവൃത്തിയുമില്ലെങ്കിൽ അവർ രാജ്യത്ത് നിന്ന് തിരിച്ച് നാട്ടിലേക്ക് എത്തേണ്ട സാഹചര്യം വരുന്നു. അങ്ങനെ എത്തിക്കഴിയുമ്പോൾ ഒന്നാമത്തെ കാര്യം, അവർക്ക് ഇതുവരെയുള്ള അവരുടെ ലോൺ അടച്ചു തീർക്കാൻ പറ്റാത്തൊരു സാഹചര്യം. 2, ആ നാട്ടിൽ ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിലെ ഇക്വലൻ്റ് ആയിട്ടുള്ള ജോലികൾ ഈ രാജ്യത്ത് ലഭിക്കുക, ഈ നാട്ടിൽ കൊടുക്കുക എന്നത് അതിൻ്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്തിനാണ് പോയത് എന്ന ചോദ്യത്തെ നീതീകരിക്കാൻ പറ്റാത്ത വിധം ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രതിസന്ധി കൂടി വരും. അപ്പോൾ കേവലമായിട്ടുള്ള ഒരു സാമൂഹിക സാംസ്കാരിക ഒരു സാമ്പത്തിക പ്രതിസന്ധിക്കപ്പുറത്തേക്ക് നമ്മുടെ കുട്ടികൾ ഒരുപക്ഷെ വലിയൊരു ഭാഗം ആളുകളെ അതൊരു വലിയ മാനസിക പിരിമുറുക്കത്തിലേക്കോ ഡിപ്രഷനിലേക്കോ, അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേക്കും ഒരു മാനസികാരോഗ്യ പ്രതിസന്ധി പോലും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാം. അപ്പം ആ നിലയിലേക്കൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം അവശേഷിക്കുന്നു. എന്താണ് അങ്ങയുടെ നിലപാട്? വളരെ വളരെ ശരിയായ നിരീക്ഷണം. ഉദാഹരണം പറഞ്ഞാൽ 2024 കാനഡയുടെ കണക്കനുസരിച്ച് അവർ 6,78,000 വർക്ക് പെർമിറ്റ് അനുവദിച്ചു 24. അതിൽ ഏറ്റവും രസകരമായ കാര്യം 2,78,000 വർക്ക് പെർമിറ്റുകൾ ലഭിച്ചത് ഇന്ത്യക്കാർക്കാണ്. അതായത് അതിന്റെ പകുതിയിലധികം. ഈ ഒരു സാഹചര്യത്തിൽ ഇനി വരുന്ന വർഷങ്ങളിൽ സാർ സൂചിപ്പിച്ച പോലെ ഇവർ എണ്ണം കുറയ്ക്കുകയാണ്. അത് ഏറ്റവും അപകടം. ഇവിടെ നിന്ന് സ്റ്റഡി വിസയിൽ അവിടെ ചെന്ന് അവിടെ സ്ഥിരതാമസമാകാം, അവിടുത്തെ പൗരന്മാരാകാമെന്ന് ആഗ്രഹിച്ച കുട്ടികളുടെ പ്രതീക്ഷകളെല്ലാം തള്ളിക്കെടുത്തിക്കൊണ്ട് അവർ എണ്ണം കുറയ്ക്കുക, വർക്ക് പെർമിറ്റ് അനുവദിക്കുക, അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ വർക്ക് പെർമിറ്റ് അപ്പുറം അവിടെ നിൽക്കാൻ അനുവദിക്കുന്നില്ല, പൗരത്വം കൊടുക്കുന്നില്ല. സ്വാഭാവികമായിട്ട് അവർക്ക് തിരിച്ചു വന്നേ പറ്റും. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നിന്ന് വളരെ വലിയ ഒരു ഹ്യൂജ് എമൗണ്ട് ലോൺ എടുത്തിട്ട് ഈ ഒരു ഫോറിൻ എക്സ്ചേഞ്ചിനെ പോലെ നമ്മൾ ആ ഒരു പാറ്റേണെ പോലെ ചിന്തിക്കുമ്പോൾ ഇവിടെ നിന്ന് പണം വിദേശത്തേക്ക് പോവുക, തിരിച്ചിങ്ങോട്ട് വരുന്നില്ല. കേരള എക്കണോമിയിൽ ഉണ്ടാകേണ്ട പൈസ ഇന്ത്യൻ എക്കണോമിയിൽ ഉണ്ടാകേണ്ട പൈസ പോകുന്നു. അപ്പൊ കേരളം വീണ്ടും മണി ഓർഡർ സ്റ്റേറ്റ് എന്നറിയപ്പെട്ടിരുന്നത്. അതായത് നമ്മൾ പുറത്തുനിന്നുള്ള മണി ഓർഡറിലാണ് നമ്മുടെ എക്കണോമി പിടിച്ചു നിന്നാണ് പറയുന്നത്. ഇപ്പൊ അത് മാറിയിട്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു രീതിയിലും തിരിച്ചു വരുന്നില്ല. അപ്പം ഈ പറഞ്ഞ ഒരു ബഹുഭൂരിപക്ഷം ആളുകൾ തിരിച്ച് ഇങ്ങോട്ട് വരുന്നു, കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്നു. ഇനി ഇന്ത്യയിലെ ജനങ്ങൾ ഭൂരിഭാഗം യാതൊരു സംശയമില്ല കേരളത്തിൽ നിന്നാണ് വിദേശ അല്ലെങ്കിൽ മൈഗ്രേഷൻ പഞ്ചാബ് നിൽക്കുന്നത്. ഇനി ഈ കുഞ്ഞു സംസ്ഥാനത്തേക്ക് ഇത്രയും ആളുകൾ തിരിച്ചു വരുമ്പോഴത്തേക്കിനും മുമ്പേ പറഞ്ഞ സാമ്പത്തിക പ്രതിസന്ധി, ലോണുകൾ തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല, ആ കുടുംബം നേരിടുന്ന പ്രശ്നം, പലരും വീടുകളൊക്കെ തന്നെ ഈട് വെച്ചിട്ടാണ് ലോൺ എടുത്തിരിക്കുന്നത്. 2, ഈ തിരിച്ചു വരുന്ന കുട്ടികൾക്ക് എങ്ങനെ ഇവിടെ അവർക്ക് ഒത്തുചേർന്ന് പോകാൻ പറ്റുമോ? ഒരു അഡാപ്റ്റബിലിറ്റിയുടെ പ്രശ്നമുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ എന്ത് ജോലി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇവർക്ക് ഇവിടെ ഏത് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റും, ഇനി ഇവിടെ തുടർ പഠനം സാധ്യമാകുമോ? ഇതിനൊക്കെ അപ്പുറം ഇവരനുഭവിക്കുന്ന ഒരു മെന്റൽ ട്രോമയുണ്ട്. കാരണം ഇവർ സമൂഹത്തിന് മുൻപിൽ തോറ്റുപോയവരായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇവർ ആഗ്രഹിച്ചിടത്ത് എത്താൻ പറ്റിയില്ല എന്നുള്ള ചിന്തയെ കുഞ്ഞുങ്ങളുണ്ടാകും. അങ്ങനെ സാമ്പത്തികവും സാമൂഹികവും അതിനപ്പുറം മാനസികവുമായ ഒരു ബുദ്ധിമുട്ടിലേക്ക് ഇവിടെ വരുമ്പോഴത്തേക്കിനും കേരളത്തിന്റെ ഒരു സമൂഹത്തിന്, നമ്മുടെ എക്കോണമിക്ക് മാത്രമല്ല നമ്മുടെ പൊതുസമൂഹത്തിന് ഇവരെ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ ഇവരെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഒരു റിവേഴ്സ് മൈഗ്രേഷൻ ഒരു വലിയ അപകടമാണ്. അത് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ തന്നെ നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ, പല സ്ഥലങ്ങളിലും പുറത്തേക്ക് പോയ കുട്ടികൾ തിരിച്ചു വരുന്നുണ്ട്, UK, കാനഡ പോലുള്ള രാജ്യങ്ങളിൽ.
ഇതിന് രണ്ടും ഇനി കൂടും. ഈ കൂടി വരുന്ന എണ്ണത്തെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെ ഈ സമൂഹത്തിന് അവരെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്നില്ലെങ്കിൽ കേരളം വലിയൊരു പ്രതിസന്ധിയിലേക്ക്, സാമ്പത്തികമായി മാത്രമല്ല സാമൂഹികമായ വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മൾ പോകും. വളരെ കൃത്യമായ നിരീക്ഷണമാണ് സാർ നടത്തിയത്. 10 ലക്ഷത്തിലധികം എന്ന് പറയുമ്പോൾ അതിലൊരു പകുതിയിലധികം ആളുകൾ എന്ന കണക്കെടുത്താൽ പോലും എത്രത്തോളം വലിയൊരു നമ്പറാണ് എന്നത് ഒരു പ്രധാനപ്പെട്ട. അപ്പോൾ 1.8 2 ലക്ഷത്തിൽ താഴെ ആളുകൾക്ക് മാത്രം അവർക്ക് പെർമിറ്റുകൾ കൊടുക്കുന്ന സാഹചര്യത്തിൽ എത്ര ലക്ഷം ആളുകൾ തിരിച്ചു വരണം എന്നൊരു കണക്കാണ് നമ്മുടെ മുമ്പിലുള്ളത്. അങ്ങനെ അധ്യാപകൻ കൂടിയാണല്ലോ. ഇങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിനെ പോസിറ്റീവായി കൂടി കാണാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കണം. നമ്മളിപ്പോൾ പ്രതിസന്ധി പങ്കുവയ്ക്കുന്നത് ശരിയാണ്, പക്ഷേ ആ കുട്ടികൾക്ക് ഈ നാട്ടിൽ തിരിച്ചു വന്ന് അല്ലെങ്കിൽ അവരുടെ ഒരു സാമൂഹികമായ ചുറ്റുപാടിൽ അവർ ഒരു തരത്തിൽ അപമാനിക്കപ്പെടേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുക. അങ്ങനെയുള്ളവരോട് എന്താണ് നമ്മൾ പങ്കുവെക്കേണ്ടത്? ഇതിനകത്ത് നമ്മൾ അധികം ചിന്തിക്കാത്ത അല്ല ചർച്ച ചെയ്യാത്ത മറ്റൊരു വിഷയമുണ്ട് സാറേ. ഇപ്പൊ സാറ് ഈ ഇവിടെ സൂചിപ്പിച്ച മാനസിക പിരിമുറുക്കത്തിലേക്ക് ഇവരെ നയിക്കുന്നതിന്റെ ഒരു കാര്യം അവരുടെ വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ ആകാശത്തോളം പറക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവർക്ക്. അപ്പൊ എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്? യഥാർത്ഥത്തിൽ ഈ കുട്ടികൾ +2 ശേഷമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സിന് ശേഷമോ, ഇപ്പൊ +2 പോലും പുറത്തേക്ക് പോകുന്നവരുണ്ട്. അപ്പോൾ ഈ കോഴ്സിന് ഇവർ പോകാൻ ഇവരെ പ്രേരിപ്പിക്കുന്നതും ഇവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുന്നതും ഇവിടുത്തെ റിക്രൂട്ട്മെന്റ് ഏജൻസികളാണ്. അതൊരു സർക്കാർ സംവിധാനത്തിൽ ശരിയായി മോണിറ്റർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അപകടം. ഇവർ പറയുന്നത് നിങ്ങൾ സ്റ്റുഡൻസ് വിസയിൽ കാനഡയിൽ ചെന്ന് ഇറങ്ങുന്നു, അവിടെ ചെന്ന് കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോൾ നിങ്ങൾ ഈ കോഴ്സ് തുടങ്ങുന്നു, ആദ്യത്തെ സെമ്മിൽ തന്നെ നിങ്ങൾക്ക് വർക്ക് വിസ കിട്ടുന്നു, പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നു, ഈ ബാങ്ക് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇവിടെ ലോൺ EMI കൊടുക്കാൻ പറ്റുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. എൻ്റെ സഹോദരൻ്റെ മകൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് യുക്രൈനിലാണ്. അവൻ മെഡിസിൻ പഠിക്കാൻ വേണ്ടി പോയി. യുക്രൈനിലെ യുദ്ധവും കഴിഞ്ഞു, പല പ്രതിസന്ധികൾ നേരിട്ടു, മാനസികമായ ബുദ്ധിമുട്ടുകൾ, പട്ടിണി അടക്കം നേരിടേണ്ടി വന്നിട്ട് ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ അവൻ നാട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പോഴും അവൻ്റെ MBBSന്റെ പ്രോസസ്സ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു അപകടം. അവൻ നേരിടുന്ന പ്രതിസന്ധി, അവന് മുമ്പ് അവൻ്റെ ആ സമയത്ത് ഇവിടെ പഠിച്ചിരുന്നവരോ മറ്റുള്ളവർ പഠിച്ച് അവർ ഡോക്ടേഴ്സ് ആയി കഴിഞ്ഞു, പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയാണ്. പിന്നെ അങ്ങ് സൂചിപ്പിച്ച മാനസികമായ കാര്യം, ഒന്ന് ഈ സമൂഹത്തിൻ്റെ പ്രതീക്ഷയും സമൂഹം അവർക്ക് കൊടുക്കുന്നൊരു കാര്യമാണ്. സാർ സൂചിപ്പിച്ചതുപോലെ തോറ്റുപോയവനാണെന്നുള്ളൊരു സങ്കല്പം ഇവന് ചാർത്തി കൊടുക്കുന്നുണ്ട്. അതൊരുപക്ഷെ ഇവിടെ വന്ന് മറ്റൊരു കോഴ്സ് ചെയ്യുന്നതിന് പ്രയാസമുണ്ട്. മറ്റൊരു കാര്യം, ഇവർ അവിടെ പോയി കഴിയുമ്പോൾ ഈ നാട്ടിലൊക്കെ കപ്പയെ വെച്ച് എലിയെ പിടിക്കുന്നത് പോലെയാണ്. കപ്പയെ കണ്ടുകൊണ്ടാണ് എലി പോകുന്നത്. പക്ഷെ എലിക്കറിയത്തില്ല അവൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കുന്നു, ആ കപ്പയും തിന്നാൻ പറ്റത്തില്ല, അവൻ്റെ ജീവിതവും കഴിഞ്ഞൊന്നും ചിന്തിക്കുന്നില്ല. അങ്ങനെ അപകടകരമായ ഒരു സാഹചര്യം പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അവിടെ ചെന്ന് ഒരുപക്ഷെ പ്ലേറ്റ് കഴുകാനോ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യാനോ മറ്റെന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ജോലികളിൽ ഏർപ്പെടാൻ ഈ നമ്മുടെ യുവജനങ്ങൾക്ക് മടിയില്ല. ഇതേ ജോലിയോ അതിനേക്കാൾ അല്പം കൂടെ ഉയർന്ന ജോലിയോ സ്വന്തം നാട്ടിൽ ചെയ്യാൻ നമ്മുടെ കുട്ടികൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഒന്ന്. അതിന് മാറ്റം വരുത്തേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ പറയുന്നത് പോലെയുള്ള പാർട്ട് ടൈം ജോലികളോ അത്രയും സമയമോ ഒരാഴ്ചയിൽ അവർക്ക് അവിടെ ലഭിക്കാറില്ല. അത് വസ്തുതയാണ്. അത് നമ്മൾ പലപ്പോഴും അറിയുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല. മിനിമം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് അവരുടെ കസിൻസോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ മറ്റാരെങ്കിലുമൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അവരെ നേരിട്ടൊന്ന് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് വസ്തുത മനസ്സിലാക്കി പോകുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന്, ഇപ്പം നോർക്ക റൂട്ട്സ് പോലെയുള്ള സർക്കാർ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അവരുമായിട്ട് കൃത്യമായ ഒരു ഡയലോഗ് നടത്തിയാൽ അല്ലെങ്കിൽ അവരുമായിട്ടുള്ളൊരു അഭിപ്രായം സ്വീകരിച്ചാൽ കുറേയൊക്കെ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ, ഒരുപക്ഷെ സ്വപ്നത്തേക്കാൾ കൂടുതൽ ജീവിതമാണെന്ന് തിരിച്ചറിയാൻ, എനിക്ക് അവിടെ അഡ്മിഷനേക്കാൾ കൂടുതൽ എൻ്റെ ജീവിതമാണ്, എൻ്റെ കരിയറാണെന്ന് തിരിച്ചറിഞ്ഞാൽ വേണമെങ്കിൽ അഡ്മിഷൻ വേണ്ടെന്ന് വെക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനേക്കാൾ മികച്ച രീതിയിൽ ഇവിടെ പഠിക്കാനുള്ളൊരു സാധ്യതയെ പ്രയോജനപ്പെടുത്താനുണ്ട്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഈ മാനസികാവസ്ഥയെ അവനെ കുറേയൊക്കെ ഒഴിവാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്. ഒരുപക്ഷെ ഒരു കുട്ടി തിരിച്ചു വരുമ്പോൾ അവൻ്റെ അപ്പനും അമ്മയ്ക്കും വലിയൊരു പ്രതിസന്ധിയുണ്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്, ഈ പണം തിരിച്ചടിക്കുന്നതിൻ്റെ പ്രശ്നമുണ്ട്. ആദ്യം കുട്ടി വരട്ടെ, അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ അവൻ പുതിയൊരു കരിയർ രൂപപ്പെടുത്തിക്കോളും, അവൻ പണം ഉണ്ടാക്കിക്കോളും, ഇതെല്ലാം തിരിച്ചടയ്ക്കാൻ സാധിച്ചോളും. എന്തുകൊണ്ട് അത്തരത്തിലുള്ളൊരു പിന്തുണ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ കൊടുക്കണം എന്ന് മാത്രമല്ല സഭാ സംവിധാനത്തിനും അതിന് ആവശ്യമാണ്. കൃത്യമായ ഒരു കൗൺസിലിംഗ് ആവശ്യമാണ്. അവർക്ക് വേണ്ട ആരോഗ്യപരമായ പ്രതിസന്ധിയുണ്ട്. അതിനെയൊക്കെ നേരിടാൻ എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹം ഉണ്ടെങ്കിൽ ഇനി അബദ്ധം പറ്റി തിരിച്ചു വന്നാലും അവർ വളരെ കരുത്തോടുകൂടി പറന്നുയരുക തന്നെ ചെയ്യും, യാതൊരു സംശയവും ഇല്ല. തീർച്ചയായും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട തിരുമല ബാല സഭയ്ക്ക് കാനഡയിൽ രൂപതകൾ ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഈ സഭയുടെ സംവിധാനങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു
ഒരുപക്ഷെ അവിടെ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ ഇത്തരം കാര്യങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് അവിടെയുള്ള രൂപതകൾക്ക് ധാരാളം ഈ ഒരു കുട്ടികളെ ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ അവരെ കൃത്യമായി ഗൈഡ് ചെയ്യാനൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരത്തിലുള്ള ഒരു അലിവിൻ്റെ മുഖം കൂടി നമുക്ക് ഉണ്ടാകേണ്ടതും ഒരാവശ്യമാണ് അല്ലേ? തീർച്ചയായിട്ടും. ഈ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ രണ്ടാമത്തെ മെത്രാൻ എന്ന കാലാശ്ശേരി പിതാവിന്റെ കാലത്താണ് ഈ മലബാർ കുടിയേറ്റം ഭയങ്കരമായിട്ടുണ്ട്. അതായത് അന്ന് പാലാ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളിയൊക്കെ ഒറ്റ രൂപതയാണല്ലോ. ഇവിടെ നിന്ന് ഒത്തിരി പേര് ഈ മലബാറിൽ കുടിയേറുന്നുണ്ട്. അന്ന് അവിടെ നമുക്ക് അജപാലന അധികാരമൊന്നുമില്ല, അവിടെ അവർക്ക് പള്ളികളില്ല, മലബാർ ആക്സസ് ഇല്ല. ആ സമയത്ത് കാഞ്ഞിരപ്പള്ളി വെച്ച് വരെ നടന്ന ഒരു കത്തോലിക്ക കോൺഗ്രസിന്റെ മീറ്റിംഗിൽ കാളശ്ശേരി പിതാവ് നടത്തിയ ഒരു പ്രസംഗം, ഒരു ഇൻസ്ട്രക്ഷൻ പിതാവ് കൊടുത്തതാണ്. ഇവിടെ നിന്ന് മലബാറിലേക്ക് പോയ ആളുകളുണ്ടല്ലോ, അവരുടെ ഇവിടുത്തെ ഇടവ വികാരിമാരുണ്ടല്ലോ, അവർക്ക് ചുമതല നൽകുവാണ് മലബാറിൽ അവർ കൃത്യമായ കാര്യം, അവർക്ക് വിശ്വാസപരമായ കാര്യങ്ങൾ നടക്കാൻ പറ്റുന്നുണ്ടോ, അവിടെ അവർ ഹാപ്പിയാണോ, അവർ വിശ്വാസപരമായിട്ട് അവർക്ക് പ്രതിസന്ധിയുണ്ടോ, അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഇവിടെ ഏത് ഇടവകയിൽ നിന്ന് പോയോ ആ വികാരിയോട് ആവശ്യപ്പെടുകയാണ് അവിടെ ഉള്ളവരെ ട്രേസ് ചെയ്യാനും അവർക്ക് ആവശ്യമായ രജപാലന ഒരു കെയർ കൊടുക്കാനും. തീർച്ചയായിട്ടും നമുക്ക് അവിടെ രൂപതകളുണ്ട്, നമുക്കവിടെ സംവിധാനങ്ങളുണ്ട്, പക്ഷെ അവിടെ ഭയങ്കരമായിട്ട് സ്കാറ്റേഡാണ്. ഞാൻ പറഞ്ഞു നമ്മുടെ സഭ തീർച്ചയായിട്ടും ഇവിടെ നമ്മളിപ്പോൾ പ്രശ്നം നമ്മുടെ അച്ഛന്മാർ എത്ര ആത്മാർത്ഥമായി അന്വേഷിക്കാൻ ചെന്നാലും വീട്ടുകാർ വിചാരിക്കും പിരിവിനി എന്നാന്ന് വിചാരിക്കും, അല്ലെങ്കിൽ അവരുടെ കാശ് ചോദിക്കാനാണ്. അങ്ങനല്ല, അജപാലപരമായിട്ട് അവരവിടെ സുരക്ഷിത, നമ്മുടെ സേഫ് ആണോ, നമ്മുടെ പിള്ളേർക്ക് ഇപ്പം യുദ്ധന്മാർ പറഞ്ഞാൽ നീ സേഫ് അല്ലേടാ എന്നൊന്ന് ചോദിക്കാൻ നമ്മുടെ അച്ഛന്മാർ തയ്യാറാണ്. അപ്പോൾ ആ ഒരു സംവിധാനം നമ്മുടെ കുടുംബങ്ങളും കൂടെ തയ്യാറായിട്ട് അത് നടപ്പിലാക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത് ഒപ്പമുണ്ടാണ് തീർച്ചയായിട്ടും. എനിക്ക് തന്നെ എൻ്റെ ചില ബന്ധുക്കളൊക്കെ അവിടെ ചെന്ന് വർക്ക് പെർമിറ്റ് കിട്ടാതെ ബുദ്ധിമുട്ടിയപ്പോൾ അവിടുത്തെ ഇടവകളും അവിടുത്തെ കനേഡിയൻ സമൂഹമാണ്, മലയാളി സമൂഹമാണ് ഇവരെ ചേർത്ത് നിർത്തുകയും ഇവർക്ക് ആവശ്യമെല്ലാം പിന്തുണ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വലിയ നന്മയുണ്ട് അവിടെ. പിന്നെ ഞാനിപ്പോൾ ഒരു കാര്യം കൂടി ചേർക്കുവാണ്, നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലും പുറത്തു പോയിട്ട് തിരിച്ചു വരേണ്ട സാഹചര്യം ഉണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇങ്ങനെ ഒരു നാട്ടിൽ പഠിക്കാൻ പോയി തിരിച്ചു വന്ന് വേറെ നാട്ടിൽ ജോലിക്ക് പോയി തിരിച്ചു വന്ന ആൾ എന്തെങ്കിലും സ്വാതന്ത്ര്യം മേടിച്ചു തന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഒത്തിരി സ്വാതന്ത്ര്യ സമരങ്ങൾ നടത്താറുണ്ട്. അതുകൊണ്ട് തിരിച്ചു വരുന്നവരുണ്ടെങ്കിൽ തന്നെ ധൈര്യമായിട്ട് തിരിച്ചു പോരുക. സാറ് പറഞ്ഞത് ശരിയാണ്, നമ്മളൊരു പാസ്റ്ററൽ കെയർ അവർക്ക് തീർച്ചയായിട്ടും കൊടുക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ കൈപിടിച്ച് നടത്താൻ ആരുമില്ല എന്നുള്ള ഒരു അപകടകരമായ സാധ്യതയുണ്ട്. അത് വേണം താനും. ബിനു സാറേ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കുട്ടികൾ, ഞാനും 7ാം ക്ലാസ് തൊട്ടുള്ള കുട്ടികളെ, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ 7ാം ക്ലാസ് തൊട്ടുള്ള കുട്ടികളെ എടുത്തു വളർത്തുന്ന, അവരെ മോൾഡ് ചെയ്തൊരു പ്രൊജക്റ്റിൻ്റെ ഡയറക്ടർ കൂടിയാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന കുട്ടികളൊക്കെ അവരുടെയൊക്കെ ഈ അടുത്ത കാലം വരെ, ഇപ്പോൾ ഒരിക്കൽ ഞാൻ ഈ അടുത്ത് കോട്ടയം ജില്ലയിലെ ഒരു പള്ളിയിൽ ഞാൻ ചോദിച്ചപ്പം 340 കുട്ടികളുള്ള ഒരു മീറ്റിംഗ് ഞാൻ ഈ പ്ലാറ്റ്ഫോം ഓൾറെഡി പറഞ്ഞാണ്. അതിൽ 270 കുട്ടികളും കൈപൊക്കി എനിക്ക് രാജ്യം വിട്ടു പോകണമെന്ന്. എത്ര ശതമാനം ഓർക്കണം, എവിടെ നിൽക്കാനാണ് നിങ്ങൾ, എവിടെയാണ് നിങ്ങളുടെ ഭാവി കാണുന്നത് മക്കളോട് ചോദിച്ചപ്പോൾ മക്കൾ അത്രയും ശതമാനം എന്ന് വെച്ചാൽ ഒരു 100 പേർക്ക് കേരളത്തിൽ നിൽക്കാൻ താല്പര്യമുള്ളൂ, 70 പേർക്ക് 80 പേർക്കേ ഉള്ളൂ ഇന്ത്യയിൽ നിൽക്കാൻ താല്പര്യം, കേരളം പോലുമല്ല. അപ്പോൾ അതിലൊരു 70% ആൾക്കാരും പറഞ്ഞ രാജ്യമാണ് നമ്മൾ ഈ സംസാരിക്കുന്ന കാനഡ. ഞാൻ ഈ ചോദിച്ച ചോദ്യം 5 വർഷം മുമ്പാണ് ചോദ്യം. ഈ ചോദ്യത്തിന് ഇന്ന് വ്യത്യസ്തമായ നമ്പറും എണ്ണവും ഒക്കെ ആയിരിക്കും കിട്ടുക. പലപ്പോഴും ഞാൻ ഈ മക്കളോട് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഇന്ത്യ എന്ന് പറയുന്നത് 150 കോടിയിലധികം ജനങ്ങളുള്ള ഒരു രാജ്യമാണ്, അവസരങ്ങളുടെ കലവറയാണ്. ഇനി നമ്മൾ ആളുകൾക്ക് ജോലി കിട്ടാൻ ആരും നമുക്ക് തരുന്നില്ലെങ്കിൽ നമ്മൾ ജോലികൾ സൃഷ്ടിക്കാൻ പറ്റിയ സാമൂഹിക സാഹചര്യങ്ങളുള്ള ഒരു രാജ്യം കൂടിയാണ് നമ്മൾ പങ്കുവെക്കാറുണ്ട്. അപ്പോൾ ഈ നാട്ടിൽ അവസരം നഷ്ടപ്പെട്ടതാണ്, ഇല്ലാത്തതാണ് ഒരു കാരണമായി പറയുന്നത്. 2, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ നമ്മളുടെ ഒരു പൊളിച്ചെഴുത്തില്ലാത്തതും ഒരു കാരണമല്ലേ? തീർച്ചയായിട്ടും സാറ് സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എവിടെയാണ് അവസരങ്ങളുള്ളത്? ജനങ്ങളുള്ളിടത്താണ് അവസരങ്ങൾ. കെട്ടിടങ്ങളുള്ളിടത്തോ അല്ലെങ്കിൽ വിമാനത്താവളം ഉള്ളിടത്തോ ഒന്നുമല്ല, ജനങ്ങളുള്ളിടത്താണ് അവസരം. ജനങ്ങളില്ലാത്ത എല്ലാ രാജ്യങ്ങളും പതുക്കെ ഈ വംശനാശ ഭീഷണിയിലേക്ക് പോകും. അങ്ങനെയുള്ള അവസരങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലെ രാജ്യത്തെ ആളുകളെ ഇറക്കുമതി അവർക്ക് ആവശ്യം കഴിയുമ്പോൾ അവർ തിരിച്ച്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്ന് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുടെ കരുത്തുള്ളൊരു രാജ്യമാണ്. പ്രത്യേകിച്ച് യൂത്തിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ അഭിമാനിക്കണം. പക്ഷെ നമ്മുടെ യുവജനങ്ങൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പലപ്പോഴും +2 പഠിക്കുമ്പോൾ തന്നെ ഇവർ ചെറിയ ഗ്രൂപ്പുകളായിരുന്നു ചിന്തിക്കുന്നത് ഏത് രാജ്യത്തെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യണം, എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ വിദേശത്തുള്ള ചില കോഴ്സുകൾ മെച്ചമാണെന്നും മികച്ചതാണെന്നും കൂടുതൽ തൊഴിൽ സാധ്യത നൽകുന്നതാണെന്നും ഉള്ളൊരു ചിന്തയുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് പിന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിലും ഈ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം, നിതിൻ സാർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കോഴ്സുകളും ഒന്ന് റീഡിസൈൻ ചെയ്യേണ്ടതല്ലേ? പ്രത്യേകിച്ച് NEP-യുടെ ഒക്കെ പശ്ചാത്തലത്തിൽ വലിയ സാധ്യതയുണ്ട്. അതിനൊരു ആഗോള നിലവാരം കൊണ്ടുവരണം.
എന്തുകൊണ്ട് മറ്റ് യൂണിവേഴ്സിറ്റികളുടെ സിലബസ് അതിന് കിടപിടിക്കുന്ന രീതിയിൽ നമുക്ക് മാറ്റിക്കൂടാ? അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണെങ്കിൽ ഇവിടുന്ന് പഠിച്ചിട്ട് പുറത്ത് പോയി ജോലി ചെയ്യാമല്ലോ. അപ്പം ജോലിക്ക് വേണ്ടി പോകുമ്പോൾ കുറച്ചുകൂടെ അഭിമാനമാണ്. അവിടെ പോയി കഷ്ടപ്പെടേണ്ട സാഹചര്യമില്ല. ഞാൻ ക്വാളിഫൈഡ് ആണ്, നിനക്ക് എൻ്റെ ജോലി വേണ്ടേ, ഞാൻ തിരിച്ചു വരുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതൊരു വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. അത്തരം എക്യുപ്ഡ് ആയിട്ട് മാറാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് അവിടെ പോകേണ്ട സാഹചര്യം ഉണ്ടാകത്തില്ല. നമ്മുടെ രാജ്യത്ത് തന്നെ അതിനുള്ള റിസോഴ്സ് വളരെയധികം ഉണ്ട്. രണ്ടാമത്തെ കാര്യം സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ തൊഴിൽ നേടാൻ വേണ്ടി മാത്രമല്ല, തൊഴിൽ ദാതാവാകാൻ കൂടി നമ്മുടെ ചെറുപ്പക്കാർക്ക് കഴിയണം. അതിനുള്ള കാര്യശേഷി, മാനവ വിഭവശേഷി നമ്മുടെ ചെറുപ്പക്കാർക്കുണ്ട്. ആ പൊട്ടൻഷ്യൽ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഒരു ആശുപത്രിയിൽ ഡോക്ടറായി ജോലി ചെയ്യുന്നത്, ഒരു ആശുപത്രിയിൽ നേഴ്സായി ജോലി ചെയ്യുന്നതിന് പകരം ഒരു ആശുപത്രി എന്തുകൊണ്ട് കെട്ടിപ്പടുത്തുകൂടാ? ആ സ്വപ്നം കൂടെ പ്രത്യേകിച്ച് സാറിൻ്റെ സ്ഥാപനവുമായി, സാറിൻ്റെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇടപെടാൻ സാധിച്ചുകൊണ്ട് മനസ്സിലാക്കി വളരെ പൊട്ടൻഷ്യലായിട്ടുള്ള കുട്ടികളുണ്ട്. അവരെ ആ രീതിയിൽ ഒന്ന് റീതിങ്ക് ചെയ്യിപ്പിച്ചാൽ അത് നമുക്ക് വലിയൊരു പൊട്ടൻഷ്യലാണ്. അത് തിരിച്ചറിയാൻ യുവജനങ്ങൾക്ക് കഴിയണം, ഒപ്പം അവരുടെ പേരൻസിനും സാധിക്കണം. അങ്ങ് ഇതിനോട് പൂർണ്ണമായി യോജിക്കുന്നു? തീർച്ചയായിട്ടും സാറേ. കാരണം ഇപ്പം വിദേശ സർവകലാശാലകൾ പോലും ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കളം മാറുകയാണ്. ഇവിടെ സാധ്യതകളുണ്ട്. അവിടെ കുട്ടികൾ ഇവിടെ തുടരുക എന്ന് പറയുന്ന ആ വെല്ലുവിളി അത് മുന്നിലുണ്ട്. യെസ്. കാനഡയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരുപക്ഷെ 10 ലക്ഷത്തിലധികം ആളുകൾ തിരികെ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായേക്കാം എന്ന് ഭയപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്നിരുന്നാൽ പോലും ഇങ്ങനെ ഒരു പ്രതിസന്ധി, അത് എത്ര ലക്ഷം ആളുകൾക്ക് ഈ നാട്ടിൽ നിന്ന് തിരിച്ചു വരേണ്ട സാഹചര്യം ഉണ്ടായാൽ പോലും അത് കേരളം എന്ന കൊച്ചു ഗ്രാമത്തെ പിടിച്ചുലയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് കേരളത്തിൻ്റെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക മേഖലയിലും വരുത്തുന്ന വ്യതിയാനങ്ങൾ, ചെലുത്തുന്ന സ്വാധീനങ്ങൾ, പ്രതിസന്ധികൾ നമ്മൾ വിഭാവന ഇപ്പോഴേ രാഷ്ട്രീയ നേതാക്കൾ ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ, ഭരണകർത്താക്കൾ തരണം ചെയ്യാനുള്ള കെൽപ്പ് ഈ സംവിധാനങ്ങൾക്ക് ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് ഈ നാട് നീങ്ങും എന്നത് നിസ്സംശയം പറയാൻ സാധിക്കും. ഏതെങ്കിലും രാജ്യത്ത് അവസരങ്ങൾ ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ നാട്ടിലേക്ക് മക്കൾ തിരിച്ചു വരികയാണെങ്കിൽ അവരെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ നമ്മുടെ നാടിനും ഇടവകയ്ക്കും നമ്മുടെ സംവിധാനങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ സാധിക്കണം. കാരണം ഒരു രാജ്യവും ഒരു കുടിയേറ്റവും ഒന്നിൻ്റെ അവസരമല്ല, ഒന്നിൻ്റെയും അവസാനമല്ല. ലോകം വലുതാണ്. വലിയ 600, 700, 800, 900, 1000 കോടി മനുഷ്യർ ജീവിക്കുന്ന രാജ്യം. അവസരങ്ങളുടെ വലിയ കലവറ ഈ ഭൂമിയിൽ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കെൽപ്പുള്ള ഭരണ നേതൃത്വം ഈ സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഷക്കീന ഫയർ റൂമിൽ അവസാനിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് ഒപ്പം അതിഥികൾക്ക് നന്ദി, നമസ്കാരം.